നിങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറുന്നില്ലേ? സമാധാനം എന്നത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു സ്വപ്നം മാത്രമായി മാറുകയാണോ? എങ്കിൽ സൂക്ഷിക്കുക. ഇത് വെറുമൊരു നിർഭാഗ്യമല്ല. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തകർക്കാൻ ആരെങ്കിലും പ്രയോഗിച്ച ആഭിചാര കർമ്മങ്ങളുടെ ഫലമായിരിക്കാം ഇത്. നിങ്ങളുടെ നാശത്തിനായി വിതച്ച ഈ നെഗറ്റീവ് എനർജിയെ എങ്ങനെ തിരിച്ചറിയാം? ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പുരാതന ശാസ്ത്രം നൽകുന്ന വഴികൾ എന്തൊക്കെയാണ്? നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ അദൃശ്യമായ തടസ്സങ്ങളെ ഭാരതീയ തന്ത്രങ്ങളിലൂടെയും ചാണക്യ ബുദ്ധിയിലൂടെയും എങ്ങനെ മറികടക്കാം എന്ന് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നു. സനാതന ധർമ്മത്തിലെ ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആഭിചാര ദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളെക്കുറിച്ചും അവയെ വേരോടെ പിഴുതെറിയാനുള്ള 7 ലളിതമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പോയിന്റ് 1. എന്താണ് ആഭിചാരം? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ആഭിചാരം എന്നതാണ്. പലരും ഇതൊരു വെറും അന്ധവിശ്വാസമായി തള്ളിക്കളയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പ്രപഞ്ചത്തിലെ നെഗറ്റീവ് എനർജിയെ സ്വാംശീകരിച്ച് ഒരാൾക്ക് നേരെ തിരിച്ചുവിടുന്ന ഒരു നിഗൂഢ വിദ്യയാണ്. പ്രപഞ്ചത്തിൽ പോസിറ്റീവായ ശക്തികൾ ഉള്ളതുപോലെ തന്നെ അതിന്റെ നേർവിപരീതമായ ഇരുണ്ട ശക്തികളും നിലനിൽക്കുന്നുണ്ട്. ഒരാളുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവരോ അല്ലെങ്കിൽ ശത്രുക്കളോ തരംതാണ മന്ത്രവാദ വിദ്യകളിലൂടെയോ ചില പ്രത്യേക ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുള്ള കർമ്മങ്ങളിലൂടെയോ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ആഭിചാരം എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്താൻ കെൽപ്പുള്ളതാണ്. പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകാരണമായ വെറുപ്പ്, വീടിനുള്ളിൽ അനുഭവപ്പെടുന്ന അസ്വാഭാവികമായ ഭാരം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ ശക്തികൾ നിങ്ങളുടെ ആത്മവീര്യത്തെയാണ് ആദ്യം തകർക്കുന്നത്. ഇതുപോലെ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ അകാരണമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പാഠമായേക്കാം. പോയിന്റ് 02. ആഭിചാര ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും ആഭിചാരമാകണമെന്നില്ല. എന്നാൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആഭിചാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്നത് വീടിനുള്ളിലെ അകാരണമായ ഭയമാണ്. സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന അതിഭീകരമായ ദുസ്വപ്നങ്ങൾ, പെട്ടെന്ന് ഞെട്ടി ഉണരുക എന്നിവ ഇതിന്റെ ഭാഗമാണ്. മറ്റൊരു പ്രധാന ലക്ഷണം എന്നത് വിട്ടുമാറാത്ത രോഗാവസ്ഥകളാണ്. വൈദ്യശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ കുഴപ്പങ്ങളൊന്നും കാണില്ലെങ്കിലും ശരീരം എപ്പോഴും തളർന്നിരിക്കുകയോ അല്ലെങ്കിൽ കഠിനമായ തലവേദന അനുഭവപ്പെടുകയോ ചെയ്യുന്നത് നെഗറ്റീവ് ഊർജത്തിന്റെ സ്വാധീനമാകാം. കൂടാതെ നിങ്ങളുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അകാരണമായി അസ്വസ്ഥരാകുകയോ ഐശ്വര്യത്തിന്റെ പ്രതീകമായ തുളസി പോലുള്ള ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജി കുറവാണെന്ന് മനസ്സിലാക്കാം. ബിസിനസ്സിലോ ജോലിയിലോ പെട്ടെന്നുണ്ടാകുന്ന തകർച്ചയും കുടുംബാംഗങ്ങൾ തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് തുടങ്ങുന്ന വലിയ കലഹങ്ങളും ഇതിന്റെ വ്യക്തമായ സൂചനകളാണ്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതെ അല്ലെങ്കിൽ അല്ല എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകാൻ സഹായിക്കും. പോയിന്റ് 3. ആത്മവിശ്വാസം എന്ന മഹാകവചം. ആഭിചാര കർമ്മങ്ങളെയും നെഗറ്റീവ് എനർജികളെയും പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് ശക്തമായ ഒരു മനസ്സിനെയാണ്. ആർക്കാണോ മനക്കരുത്ത് കുറവുള്ളത് അവരിലാണ് ഇത്തരം ദുർശക്തികൾ വേഗത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. ഭയം എന്ന വികാരമാണ് ആഭിചാരത്തിന്റെ ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രഭാവലയം ഔറ ദുർബലമാവുകയും അവിടേക്ക് നെഗറ്റീവ് ഊർജം എളുപ്പത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്നത് പോലെ ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതിന് മുൻപ് നിങ്ങൾ ഭയത്തെ കീഴ്പ്പെടുത്തുക. നിങ്ങളുടെ ആത്മവിശ്വാസവും പോസിറ്റീവ് ചിന്താഗതിയും കൊണ്ട് ഏത് തരം ആഭിചാരത്തെയും ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മനസ്സിനെ ശാന്തമാക്കുമ്പോൾ നിങ്ങളെ ചുറ്റി ഒരു സംരക്ഷണ വലയം താനേ രൂപപ്പെടുന്നു. ജീവിതത്തിൽ എന്ത് തടസ്സമുണ്ടായാലും അതിനെ നേരിടാനുള്ള കരുത്തുണ്ടെന്ന് സ്വയം വിശ്വസിക്കുക. ആത്മവീര്യമുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ ലോകത്തിലെ ഒട്ടുമിക്ക നെഗറ്റീവ് ശക്തികളും പരാജയപ്പെടും എന്നതാണ് വാസ്തവം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങൾ തളർന്നു പോകാറുണ്ടോ? അതോ ആത്മവിശ്വാസത്തോടെ നേരിടാറുണ്ടോ? നേരിടാറുണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു വാക്ക് മറ്റൊരാൾക്ക് കൂടി മനക്കരുത്ത് നൽകാൻ കാരണമായേക്കാം. പോയിന്റ് 4. ആരാധനാലയങ്ങളിലെ വഴിപാടുകളും പ്രത്യേക കർമ്മങ്ങളും. നമ്മുടെ കുടുംബത്തിന് മുകളിൽ ആഭിചാര ദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായാൽ അടുത്ത ഘട്ടം ആത്മീയമായ പ്രതിരോധം തീർക്കുക എന്നതാണ്. ഭാരതീയ വിശ്വാസമനുസരിച്ച് ഇത്തരം നെഗറ്റീവ് ഊർജങ്ങളെ ഭസ്മമാക്കാൻ കഴിവുള്ള പ്രത്യേക പൂജകളും വഴിപാടുകളും പുരാതന കാലം മുതൽക്കേ നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന ഹോമം. നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ ഐശ്വര്യത്തെ തടയുമ്പോൾ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ സ്മരിച്ചുകൊണ്ടുള്ള ഹോമങ്ങൾ ഒരു കവചം പോലെ നിങ്ങളെ സംരക്ഷിക്കുന്നു.
അതുപോലെ തന്നെ ഭദ്രകാളി പ്രീതി വരുത്തുന്നതും ആഭിചാര ക്രിയകളെ അതിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് തന്നെ തിരിച്ചയക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. വെറും വഴിപാടുകൾ എന്നതിലുപരി ആചാരപരമായ ശുദ്ധിയോടെയും പൂർണ്ണമായ വിശ്വാസത്തോടെയും വേണം ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ. ഒരു ജ്യോതിഷിയുടെയോ അല്ലെങ്കിൽ പണ്ഡിതന്റെയോ ഉപദേശപ്രകാരം നിങ്ങളുടെ നക്ഷത്രത്തിനും ദോഷത്തിനും അനുയോജ്യമായ വഴിപാടുകൾ തിരഞ്ഞെടുക്കുന്നത് ഫലം ഇരട്ടിയാക്കും. നിങ്ങൾ ഇതിനോടകം ഇത്തരം വഴിപാടുകളോ പൂജകളോ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസവും വ്യക്തതയും നൽകാൻ സഹായിക്കും. പോയിന്റ് 5. വീടിനുള്ളിലെ ശുദ്ധീകരണം. നമ്മുടെ വീട് എന്നത് വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കേണ്ട ഒരു പുണ്യസ്ഥാനമാണ്. എന്നാൽ ആഭിചാര ദോഷങ്ങൾ ബാധിച്ച ഒരു വീട്ടിൽ ഈ ഊർജം നഷ്ടപ്പെടുകയും പകരം നെഗറ്റീവ് തരംഗങ്ങൾ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഇത് മാറ്റാൻ ഏറ്റവും ലളിതവും എന്നാൽ ശക്തവുമായ ഒരു മാർഗമാണ് ഗൃഹശുദ്ധീകരണം. ദിവസവും സന്ധ്യാസമയത്ത് വീട്ടിൽ കടുക്, ഗുഗ്ഗുലു, ദശപുഷ്പങ്ങൾ എന്നിവ ചേർത്ത് പുകയ്ക്കുന്നത് അന്തരീക്ഷത്തിലെ അശുദ്ധിയെ നീക്കം ചെയ്യാൻ സഹായിക്കും. പുക വീടിന്റെ എല്ലാ മൂലകളിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ വളരെയധികം ഫലപ്രദമാണ്. അതുപോലെ തന്നെ വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് തറയിലുള്ള ദുഷിച്ച ഊർജത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഉപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. ചാണക്യൻ വിശ്വസിച്ചിരുന്നതുപോലെ ശുദ്ധിയുള്ളിടത്ത് മാത്രമേ ലക്ഷ്മി ദേവി കുടികൊള്ളുകയുള്ളൂ. അതിനാൽ വീടിന്റെ പടിവാതിൽക്കൽ സന്ധ്യാദീപം തെളിക്കുന്നതും നാമം ജപിക്കുന്നതും ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കും. നിങ്ങൾ ദിവസവും വീട്ടിൽ ദീപം തെളിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ കടുക് പുകയ്ക്കുന്ന ശീലമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ശീലങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായി മാറിയേക്കാം. പോയിന്റ് 06. മന്ത്രങ്ങളുടെ സംരക്ഷണ കവചം. ശബ്ദതരംഗങ്ങൾക്ക് പ്രപഞ്ചത്തിലെ നെഗറ്റീവ് ഊർജത്തെ തകർക്കാനുള്ള അപാരമായ ശക്തിയുണ്ട്. നമ്മുടെ പുരാതന ഋഷിവര്യന്മാർ നൽകിയ മന്ത്രങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് പോസിറ്റീവ് എനർജിയുടെ പ്രഭാവലയമാണ്. ആഭിചാര ദോഷങ്ങൾ ബാധിച്ച ഒരു വീടിനുള്ളിൽ മന്ത്രജപം നടത്തുമ്പോൾ അവിടെയുള്ള നെഗറ്റീവ് വൈബ്രേഷനുകൾ പതിയെ ഇല്ലാതാകുന്നു. പ്രത്യേകിച്ച് ഗായത്രി മന്ത്രം, ഹനുമാൻ ചാലീസ അല്ലെങ്കിൽ സുദർശന അഷ്ടകം എന്നിവ ദിവസവും രാവിലെയും സന്ധ്യയ്ക്കും വീട്ടിൽ ജപിക്കുന്നതോ അല്ലെങ്കിൽ കേൾപ്പിക്കുന്നതോ ഒരു വലിയ സംരക്ഷണ കവചം തീർക്കാൻ സഹായിക്കും. ഹനുമാൻ ചാലീസ ജപിക്കുന്നതോ ദുർശക്തികളെയും ആഭിചാര ക്രിയകളെയും അകറ്റി നിർത്താൻ ഏറ്റവും ഉത്തമമായ മാർഗമായി കരുതപ്പെടുന്നു. മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെയും വീടിനുള്ളിലെയും ഊർജത്തെ ശുദ്ധീകരിക്കും. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് പോലെ മന്ത്രങ്ങളുടെ ശക്തിക്ക് ഏതൊരു ശത്രുവിനെയും തളർത്താനുള്ള കഴിവുണ്ട്. നിത്യവും ഭക്തിയോടെ ഇത്തരം മന്ത്രങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഭയമില്ലാതാക്കാനും സഹായിക്കും. നിങ്ങൾ ദിവസവും മന്ത്രങ്ങൾ ജപിക്കാറുണ്ടോ? അതോ വീട്ടിൽ ഭക്തിഗാനങ്ങൾ കേൾപ്പിക്കാറുണ്ടോ? ജപിക്കാറുണ്ട് അല്ലെങ്കിൽ കേൾപ്പിക്കാറുണ്ട് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ശീലം മറ്റുള്ളവർക്കും ഒരു പോസിറ്റീവ് മാറ്റത്തിന് കാരണമായേക്കാം. പോയിന്റ് 7. അന്ധവിശ്വാസവും ജാഗ്രതയും. ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ കാര്യം ജാഗ്രത എന്നതാണ്. ആഭിചാര ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇതിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം. പലപ്പോഴും നിങ്ങളുടെ ഭയത്തെ മുതലെടുത്ത് സാമ്പത്തിക ലാഭത്തിനായി നിങ്ങളെ ഭയപ്പെടുത്തുന്ന വ്യാജമന്ത്രവാദികളുടെ കെണിയിൽ വീഴരുത്. യഥാർത്ഥ പരിഹാരങ്ങൾ ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുന്നതാകില്ല, പകരം നിങ്ങൾക്ക് സമാധാനവും ആത്മവിശ്വാസവുമാണ് നൽകുക. ഭാരതീയ തന്ത്രശാസ്ത്രം പറയുന്നത് പോലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയാണ് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനുള്ള ഏക വഴി. യുക്തിസഹമായ ചിന്തയും ഈശ്വരവിശ്വാസവും കൈവിടാതെ വേണം മുന്നോട്ടു പോകാൻ. അന്ധമായ ഭയത്തിന് കീഴ്പ്പെടാതെ ശാസ്ത്രീയവും ആത്മീയവുമായ വഴികളിലൂടെ പ്രതിസന്ധികളെ നേരിടുക. നിങ്ങളുടെ ധർമ്മനിഷ്ഠയും സത്യസന്ധമായ ജീവിതവുമാണ് ഏതൊരു ആഭിചാരത്തെയും തകർക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് പോലെ നീതിയുടെ പാതയിൽ സഞ്ചരിക്കുന്നവനെ തോൽപ്പിക്കാൻ ലോകത്തിലെ ഒരു ദുർശക്തിക്കും കഴിയില്ല. ആഭിചാരത്തിന്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായി താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു കമന്റ് ചിലപ്പോൾ ഒരാളെ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷിച്ചേക്കാം. ജീവിതത്തിലെ ഏതൊരു ഇരുട്ടിനെയും മായ്ക്കാൻ പോസിറ്റീവ് എനർജിയുടെ ചെറിയൊരു കിരണത്തിന് സാധിക്കുമെന്ന് ഓർക്കുക. ഭയമല്ല, മറിച്ച് അറിവും ആത്മവിശ്വാസവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ആഭിചാര ദോഷങ്ങളെ ഭയപ്പെടാതെ ശാസ്ത്രീയവും ആത്മീയവുമായ ഈ 7 മാർഗങ്ങൾ പിന്തുടരുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. സനാതന ധർമ്മത്തിലെ ഇത്തരം ഗൗരവമേറിയ അറിവുകളും ചാണക്യതന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ചാണക്യ മലയാളം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.